ഹായ് ഓൾ, കേരള എൻട്രൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കീം 2023 അപ്ലൈ ചെയ്യാൻ കഴിയാത്തവർക്കും ഇനി കോഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നവർക്കുമായിട്ടുള്ളൊരു അവസരമാണ് c.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കീം എൻട്രൻസ് കമ്മീഷണർ നൽകിയിട്ടുള്ളത്. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, നാറ്റ അതേപോലെ തന്നെ നീറ്റ് UG എക്സാംസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ കേരളത്തിലെ കോളേജസിലേക്ക് പഠിക്കാൻ വേണ്ടി കീം അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ c.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യുക. കീം കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കീം 2023 ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പുതിയ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആർക്കിടെക്ചർ എക്സാമോ അല്ലെങ്കിൽ നീറ്റ് UG എക്സാമോ എഴുതിയവരാണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുക. അവർക്ക് വേണ്ടിയാണ് ഇത് റീ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ കീം ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ നാറ്റയുടെയോ ആർക്കിടെക്ചറിന് വേണ്ടി എക്സാമിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് എക്സാമുകളുടെയോ കോഴ്സുകൾ ചിലപ്പോൾ കീമിൽ ആഡ് ചെയ്ത് കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഫാർമസിയോ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഓൾറെഡി നീറ്റ് എക്സാമോ നാറ്റ എക്സാമോ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനിൽ കോഴ്സ് ആഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി കീം രജിസ്റ്റർ ചെയ്തവര് ഒരിക്കലും ന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യരുത്. അതിന് വേറൊരു പ്രൊസീജിയർ ഉണ്ട്. ഇതുവരെ കീം രജിസ്റ്റർ ചെയ്യാത്തവരാണ് കീമിന്റെ പുതിയ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി കീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, കോഴ്സ് ആഡ് ചെയ്യാത്തവര് എന്ത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കീം c.kerala.gov.in കയറുക, കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നാണ് പേര്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ ആഡ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണം നിങ്ങളുടെ മെഡിക്കലോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡോ അല്ലെങ്കിൽ ആർക്കിടെക്ചറോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ കോഴ്സ് ആഡ് ചെയ്യാനാണ്. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൾറെഡി അപ്ലൈ ചെയ്തവർ ന്യൂ ആപ്ലിക്കേഷനിൽ പോയി പിന്നെയും റീ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് പുതിയൊരു ലിങ്കും ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ലോഗിൻ ചെയ്തിട്ട് ന്യൂ ആപ്ലിക്കേഷനുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ഈ വരുന്ന ജൂൺ 23 വൈകുന്നേരം 3 മണി വരെ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തവർക്ക് ആഡ് കോഴ്സ് ചെയ്യാനുള്ള സമയവും അതുവരെ ഉള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ ഇൻ കേസ് നിങ്ങൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്നും കൂടെ ഫൈനലി ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നാറ്റ എക്സാം ആർക്കിടെക്ചറിന്റെ പ്രോപ്പർ എക്സാം എഴുതി, പക്ഷെ നിങ്ങൾക്ക് കേരളത്തിലെ കോളേജുകളിൽ ആർക്കിടെക്ചർ കോളേജുകളിൽ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കീമിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നീറ്റ് UG എക്സാം എഴുതിയവരാണ്. നീറ്റ് UG എക്സാമിൽ നിങ്ങൾ MBBS BDS അഗ്രികൾച്ചർ, ആയുർവേദ, വെറ്റിനറി, ഫിഷറീസ്, ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. അപ്പൊ ഈ കോഴ്സുകളെല്ലാം നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കീം അപ്ലൈ ചെയ്യണം. അപ്പൊ നീറ്റ് UG എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിംഗ് സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് 80% ഇവിടുത്തെ കേരളത്തിലെ കോട്ടയിൽ നിങ്ങൾക്ക് MBBS ഒക്കെ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ പഠിക്കണമെങ്കിൽ അത് അപ്ലൈ ചെയ്തേ മതിയാകൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇതുവരെ കോഴ്സ് ആഡ് ചെയ്യാത്തവരും അപ്ലൈ ചെയ്യാത്തവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.